അതുകൊണ്ട് ഇത്ര നേരം കാത്തിരുന്നത്. ഹലോ കണ്ടോ എത്ര സമയം എടുത്താ അശ്വനോടെ അശ്വനോടെ അപ്പം ആ വണ്ടി കൂടെ കേട്ടോ കേട്ടോ നിങ്ങളെ ഫാൻസെല്ലാം വെയിറ്റ് ചെയ്യണം. കാരണം നിങ്ങളെത്തുന്നു പറഞ്ഞോണ്ട് എല്ലാവരും ആകാംക്ഷയിലാണ്. അപ്പോ ഞാൻ തന്നെ ഇരിക്കുമ്പോഴാണല്ലോ ശരിക്കും പറയുകയാണ് ഷൈറ്റോൺ ചാക്കോ എന്ന് പറയാനാണ്. ഷൈറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം ഇല്ലാതെ നമുക്ക് എന്താ ആവശ്യം? സിദ്ധുവിന്റെ സ്വീകരണം എവിടെ? അപ്പം പരിപൂർണ്ണമാവില്ല. നമുക്ക് ഷൈൻ ഇല്ലാണ്ട് ഒരു ആഘോഷം പരിപൂർണ്ണമാവില്ല. അദ്ദേഹം എന്റെ മകന്റെ കല്യാണത്തിന് ദുബായിൽ വന്നു. പിന്നെ അതുകൊണ്ടാണ് വരണ്ടെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇല്ല, ഒരിക്കലും ഇല്ല. ദുബായിൽ വന്നു കഴിഞ്ഞാല് എന്റെ വീട്ടിൽ വരും. എന്റെ ഒരു സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്നതാണ്. ആരോഗ്യത്തിന് പറഞ്ഞത് ഓൾവേസ് ഈസ് മൈ യംഗർ ബ്രദർ. ഗോൾഡ് വിസ ഇല്ല, പക്ഷെ വെള്ളി വിസ ഇല്ല. അതും ഞാൻ പറയാം. ഗോൾഡൻ വിസ എന്നോടുള്ള സ്നേഹത്തിന് കുറവാണ്. എല്ലാവരും ഗോൾഡൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ടൊക്കെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അതൊന്നും എന്തായാലും ഞാൻ നമ്മുടെ സിദ്ധാർത്ഥ വരുന്നില്ലേ, ഞങ്ങൾ ഒരുമിച്ചാണ് മൂവി തുടങ്ങുന്നത്. നമ്മൾ എന്ന് പറഞ്ഞ ചിത്രത്തിൽ അതിലേതാ ഈ ജയപ്രകാശ് പൈലറുണ്ട് തമിഴ് സാർ ഡയറക്ട് ചെയ്ത ചിത്രം. അതിലൂടെയാണ് ഞങ്ങൾ വരുന്നത് സിനിമയിൽ. അപ്പോൾ അവനെ ആദ്യമായിട്ട് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചാൽ അവന് സപ്പോർട്ടിങ് ആക്ടർ അതിന് ശരി അസൂയ ഉണ്ടെന്ന് കൂട്ടിക്കോ അല്ല നല്ലതല്ലേ. പക്ഷെ ആളെ പറയുന്ന അസൂയല്ല, ചെറിയൊരു അസൂയ ഉള്ളത് നമ്മൾ പറയില്ല. പക്ഷെ അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള അസൂയ. ഇനി എനിക്ക് കിട്ടുമ്പോൾ അവന് ഏത് അസൂയ അടുത്ത വർഷം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്രാവശ്യം വേണ്ടെന്ന് എനിക്ക് കൊടുത്തു. കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പേര് കുറെ ചീത്ത കേൾക്കണ്ടേ. അങ്ങനെ അവസ്ഥയിലാണ്. ആ അതുകൊണ്ടല്ല വഴിയത്, നമ്മുടെ റോഡുകൾ കാരണം 2.5 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് 4.5 മണിക്കൂർ എടുക്കണം. മനസ്സിലായ? 6 കോടി നല്ല റോഡുള്ളത് ഇപ്പോ കുറ്റിപ്പുറത്താണ് കോഴിക്കോട്. അതുകൊണ്ട് അത് മെല്ലെ ഓടിച്ചു. അത് വരെ വെപ്രാളം ഒഴിഞ്ഞ് ഇവിടെ സമാധാനത്തിന് വിശ്വാസം പറ്റേ. എല്ലാവരും ഭക്ഷണം കഴിച്ചോ? പാട്ട് കഴിഞ്ഞാല് പാട്ട് ഞാൻ 30 പാട്ട് പഠിച്ചു ഏതിട്ടാലും ഇത് നല്ലൊരു എസ്കേപ്പിംഗ് വാദമാണ്. അമ്മമാരും മോമാരും ഓടിച്ച് പഠിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എന്താ വേണ്ട? ക്ലാസ്സിലൊന്നും ഇരിക്കാനോ? നീ വെൽക്കം യുദ്ധ. പിടിച്ച കൈട്ടോ ചാടിക്കാണ്. സോളാർ പ്ലാൻ അല്ല, ഇത് മലബാറിന്റെ കോർപ്പറേറ്റ് ഓഫീസ്. അല്ല ലൈറ്റ് വെച്ച് ചെടി വെച്ചെന്നൊക്കെ പറഞ്ഞു. സോളാർ പ്ലാൻ സോളാർന്ന് പറയാ ഒരു മടിയായിട്ടാണ്. സോളാർ പ്ലാൻ എൻ്റെ വീട്ടിൽ മുകളിൽ സോളാർ വെച്ചിട്ടുണ്ട്. കുറച്ച് ഇലക്ട്രിസിറ്റി നമ്മൾ KSBക്ക് കൊടുക്കും. അത് തന്നെ സെയിം. ശരിക്കും ഒരു കുന്നിന്റെ മുകളിൽ കയറി വന്ന ഫീൽ ഉണ്ടാവില്ല ബൈക്ക് ഓടിച്ചിട്ട്? ഞാൻ ചെറിയ വണ്ടിയായ കാരണം ശരിക്കും ഫീൽ ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും നിൽക്കുമോ എന്നുള്ളൊരു ചെറിയ ടെൻഷൻ. അതെ, ശരിക്കും ഒരു വലിയ കുന്നാണിത്. ഇതാണ് അതിൻ്റെ ടോപ്പ്.
ഇനിയുണ്ട് ഇതല്ലേ സ്റ്റെയറല്ലേ മൂപ്പര് ചോദിച്ചത് ഏറ്റവും ഹൈറ്റ് ആണുള്ള സ്ഥലമാണെന്നാ ചോദിച്ചത്. എങ്ങനെ നമ്മൾ കണ്ടുവരും ഇത്രയും സിങ്ക് ആയെന്ന് എനിക്ക് ഇവിടെ അത് സിങ്കാണല്ലോ, എത്ര കാലമായിട്ടുള്ള സിങ്കാ. അത് 1 കൊല്ലോ 2 കൊല്ലോ 3 കൊല്ലോ 5 കൊല്ലോ ഉള്ളല്ലോ. അതിനും കുറവാണ്, കുറവല്ല. സമയമല്ലല്ലോ. അതെ അതെ. അതായത് ഹൃദയത്തിന്റെ അഗാധമായ അടിത്തട്ടിൽ നിന്ന് വരുന്ന വൈദ്യു വീഴുന്ന മണിമുത്തുകൾ കോരിയെടുത്ത അത് മനോഹരമാണ്. എന്ത് മനോഹരമാണെന്നാണ് നമ്മൾ പറയുന്നത്. ഷൈൻ ടോമിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വായിൽ വരുന്നത് ഹൃദയ വിശാലതയുള്ള, അത്ര വിശാലത ഹൃദയത്തിൽ ഭംഗിയുള്ള, എന്തൊക്കെ തമാശകൾ പറഞ്ഞാലും കളിച്ചാലും ഏറ്റവും നല്ല ഹൃദയ വിശാലമുള്ള ഒരു വ്യക്തിയാണ് ഷൈൻ ടോം ചാക്കോ. എഴുതി വെച്ചാൽ. കാരണം പുള്ളി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഫാമിലിന്റെ കാര്യത്തിലാണ്. ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു രസത്തിന് മൂപ്പര് ഉദ്ദേശിക്കുന്നത് വെച്ചാല് അത് പുള്ളി ഒരു തമാശ കളിക്കുന്നു, ആൾക്കാരെ എന്റർടൈൻ ചെയ്യാന്നുള്ള. ആൾക്കാരെ നമ്മൾ എന്റർടൈൻ ചെയ്യാതെ നമ്മുടെ ജീവിതം കൊണ്ട് അപ്പൊ എന്തായാലും അത് ആണെങ്കിലും നല്ലതാണെങ്കിലും അവർ ഷൈൻ ടോം ചാക്ക് എന്ന് എത്തിയത് അദ്ദേഹത്തിന്റെ ഹൃദയം, എന്റെ ഹൃദയം അദ്ദേഹത്തിന്റെ ഹൃദയമായിട്ടുള്ള സ്നേഹബന്ധം കൊണ്ടാണ്. ആ സ്നേഹബന്ധത്തിന്റെ ശക്തി കൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. അധികം കാലത്ത് പരിചയമൊന്നുമില്ല. മോന്റെ കല്യാണത്തിനല്ലേ. മോന്റെ കല്യാണം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. ചെറിയ കാര്യമല്ല. ആ സമയത്താണ് കാണുന്നത്. അവൻ കല്യാണം കഴിച്ചൊരു കുട്ടിയായി. അവനെവിടെ? അവൻ ദുബായിന്ന് വന്നാ. അവനെ കാണുമ്പോൾ കുറച്ച് നേരത്തെ വന്നോണ്ട് അവരൊക്കെ ഉറങ്ങി. അപ്പൊ രാവിലെ കാണാം ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ടീമിന് ഒരു എനർജി കിട്ടിയത് ആര് വന്നപ്പോ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയണം. ഒന്ന് ഉറക്കെ പറയും. നിർബന്ധമില്ല. ഷൈൻ ടോം ചാക്കോക്കി, ഷൈൻ ടോം ചാക്കോക്കി, ഷൈൻ ടോം ചാക്കോക്കി. ഒരു പാട്ട് പഠിക്കോ? ഒരു ഹിന്ദി പാട്ട്. ഹിന്ദി പാട്ട് ചെയ്തു. ദുശ്മൻ സമാനാ ഹമാരാ സലാമത് രഹേ ദോസ്താനാ ഹമാരാ സലാമത് രഹേ ദോസ്താനാ ഹമാരാ ബനെ ചാഹെ ദുശ്മൻ സമാനാ. അവർ രണ്ടുപേരും നമ്മുടെ കൂടെ വന്ന ശ്രീധന്മാരാണ്. ഒരെണ്ണം അശ്വിന്റെയാണ് വണ്ടി. മറ്റേ ഭീഷ്മ ഓർവയിലൊക്കെ നമുക്ക് ഓടിക്കുന്ന ആ ടയോട്ട ഇല്ല വെള്ള, അത് ഇവന്റെ തന്നെയാണ് ഈ വണ്ടി. ഞാൻ പറയാണ്, ഷൈൻ ടോം ചാക്കോ എന്ന വ്യക്തി ഇല്ലെങ്കിൽ നമ്മൾ ആഘോഷം പരിപൂർണ്ണമാകും. ഞാനും ഉണ്ടാവില്ല. ശരിക്ക് നമുക്ക് ഇദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത് നമ്മളെ മോളിരിക്കുന്ന ശക്തിയാണ്. ഭൂമിക്ക് ഇറങ്ങി വരുമ്പോ അത് അടിയിലാവില്ല ചിലപ്പോ. ഓക്കെ. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.